ഇന്ന് നമുക്കൊരു മട്ടൺ സ്റ്റൂ തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 3/4 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും പിന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നാരങ്ങാനീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൂട്ടി തിരുമ്മി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലിട്ട് അടച്ച് 4 വിസിൽ ഹൈ ഫ്ലെയിമും 4 വിസിൽ ലോ ഫ്ലെയിമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മുഴുവൻ മസാല ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ച ശേഷം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ കുറച്ച് ബ്രൊക്കോളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ഇട്ടു എന്നുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് നിറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ 2ാം പാലാണേ. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർത്തെടുത്താൽ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിയെടുത്താൽ അടിപൊളിയാവും. ട്രൈ ചെയ്ത്